ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണല്ലോ. സോ ഇന്ന് നമുക്ക് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും കണ്ണുകൾ തമ്മിലുള്ള ചില രസകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കാം. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, കണ്ണുകൾ ദാനം ചെയ്യുന്ന സമയത്ത് ഒരു പുരുഷന്റെ കോർണിയ ഒരു സ്ത്രീക്കും ഒരു സ്ത്രീയുടെ കോർണിയ ഒരു പുരുഷനും റിസീവ് ചെയ്യാൻ സാധിക്കുമോ? കെരട്ടോപ്ലാസ്റ്റിയിൽ ജെൻഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HY ആന്റിജൻ ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. HY ആന്റിജൻ ഇസ് എ മെയിൽ സ്പെസിഫിക് ആന്റിജൻ ഫൗണ്ട് ഇൻ Y ക്രോമസോം. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം, ഒരു മെയിലിന്റെ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പാറ്റേൺ XYയും ഒരു ഫീമെയിലിന്റെ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പാറ്റേൺ XX ആണ്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഡോണർ സെൽസിൽ നമുക്ക് XY ആന്റിജൻ കാണാൻ സാധിക്കില്ല. സോ ഒരു ഫീമെയിൽ ഡോണറിന്റെ കോർണിയ ഒരു മെയിൽ പേഷ്യന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ആവില്ല. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും തിരിച്ച് സംഭവിക്കുമ്പോൾ. ഒരു മെയിൽ പേഷ്യന്റിന്റെ കോർണിയ ഫീമെയിൽ പേഷ്യന്റിലേക്ക് കൈമാറുന്ന സമയത്ത് ഫീമെയിലിൽ XX പാറ്റേൺ ആണ്, മെയിലിൽ XY പാറ്റേൺ ആണ്. സോ ഈ Y പാറ്റേൺ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടായിട്ട് ഗ്രാഫ്റ്റ് റിജക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആസ് പെർ സ്റ്റഡീസ് ജെൻഡർ മാച്ച്ഡ് ആയിട്ടുള്ള കെരട്ടോപ്ലാസ്റ്റി സർജറികളുടെ സക്സസ് റേറ്റ് വളരെ ഹൈ ആണ്. ഇനി നമുക്ക് അനാട്ടമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസുകൾ നോക്കിയാലോ. കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതിനും തുറച്ചു നോക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ മനുഷ്യന്റെ ഡിസൈനർ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക സ്ത്രീകൾക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ വലിയ പാൽപേപ്പറിൽ അപ്പർച്ചർ, അതായത് നേരെ നോക്കിയാൽ കാണുന്ന ഈ കണ്ണിന്റെ വലിപ്പം, അത് സ്ത്രീകൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. മസ്കാരയൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീളം കൂടിയതും നല്ല തിക്കായിട്ടുള്ളതുമായിട്ടുള്ള ഐ ലാഷസ് കൊടുത്തിരിക്കുന്നതും സ്ത്രീകൾക്കാണ്. ഇനി കണ്ണിന്റെ മുന്നിൽ നിന്ന് ഒരു ടേപ്പ് എടുത്തിട്ട് ബാക്കിലേക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന ലെങ്ത്, ആക്സിയൽ ലെങ്ത് എന്ന് പറയും. ഇത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും 0.5 mm to 0.7 mm കൂടുതലാണ്. കളർ പെർസെപ്ഷന്റെ കാര്യത്തിൽ ഫീമെയിൽസ് മെയിൽസിനെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ഇത് പ്യുവർലി ക്രോമസോം ബേസ്ഡ് ആണ്. സാധാരണയായിട്ട് 8% പുരുഷന്മാരെ കളർ ബ്ലൈൻഡ്നെസ് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും 0.5% ഫീമെയിൽസിനെ മാത്രമേ കളർ ബ്ലൈൻഡ്നെസ് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതുപോലുള്ള വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ സമയമായി. സോ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ, ബൈ. നന്ദിയുണ്ടേ.